ഹൈ ടീം റാസിഖാണ്. ഞാൻ എൻ്റെ ഹൈപ്പർ കോയിൻ ഉപയോഗിച്ചുകൊണ്ട് ആമസോണിൽ നിന്നും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിലാദ്യം ചെയ്യുന്നത് റെഡീം ക്ലിക്ക് ചെയ്തു. അതിൽ കൂപ്പൺ റെഡീം, ദെൻ കണ്ടിന്യൂ കൊടുത്തു. സെലക്ട് റീജിയൻ ഏഷ്യ കൊടുത്തു. അവിടെ നമുക്ക് കാണാൻ പറ്റും ആമസോൺ ഗിഫ്റ്റ് കാർഡ് ഉണ്ട്, ആമസോൺ പ്രൈം ഉണ്ട്, ഗാന പ്ലസ് ഉണ്ട്, ജിയോ ഹോട്ട്സ്റ്റാർ ഉണ്ട്, ദെൻ സോണി ലൈവ് C5 ഉണ്ട്. ഇതിൽ ഞാൻ എന്താണ് ആമസോൺ ഗിഫ്റ്റ് കാർഡിൽ ക്ലിക്ക് ചെയ്തു. അതിന് ശേഷം അവിടെ കാണാൻ പറ്റും 12 മന്ത് വിത്ത് 550 ഹൈപ്പറാണ്. അത് റെഡീം ക്ലിക്ക് ചെയ്തു. then അവിടെ കാണാൻ പറ്റും നമുക്ക് ഹൈപ്പർ എമൗണ്ട്, അതുപോലെ ബേണിംഗ് എമൗണ്ട്. അതിൽ കൺഫേം ആൻഡ് റെഡീം കൊടുത്തു കഴിഞ്ഞാൽ 555 ഹൈപ്പർ കോയിനാണ് എന്താ ഇതിൻ്റെ നിന്ന് ബേൺ ആവുന്നത്. ഓക്കെ, ദെൻ കൂപ്പൺ. ഇതാണ് എൻ്റെ കൂപ്പൺ പർച്ചേസ് ചെയ്യാനുള്ള കോഡ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ആമസോണിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഞാനിപ്പോൾ 2 മിനിറ്റ് മുമ്പാണ് നമ്മുടെ ഹൈപ്പർ കോയിൻ ഉപയോഗിച്ചുകൊണ്ട് ആമസോൺ ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്തു. അതിനുശേഷം ആമസോണിൽ നിന്നും ഒരു ടീഷർട്ടാണ് ഞാൻ വാങ്ങിച്ചത്. കാണിച്ചുതരാം. അറൈവിങ് സൺഡേ എൻ്റെ വീട്ടിലെത്തും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും ഓർഡേർഡായി, ഷിപ്പേഡും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. എൻ്റെ അഡ്രസ്സൊക്കെ ഉണ്ട്. ദെൻ അതുപോലെ ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തത് 451 രൂപയുടെ ടീഷർട്ടാണ്. അതിൽ ബാലൻസ് എമൗണ്ട് എനിക്കിവിടെ കാണാൻ പറ്റും. ഇതിലെൻ്റെ ബാലൻസ് എമൗണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ബാലൻസ് അടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും 500 രൂപയായിരുന്നു ടോട്ടൽ ഇതിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നത്. അതിൽ 51 രൂപ ഇപ്പോൾ ഇവിടെ എന്തുണ്ട്, ബാലൻസ് ഉണ്ട്. മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൈപ്പർ കോയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.